ഹലോ, ഇന്ന് ഞാൻ ഈ ഒരു പച്ചമുളകാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്ന ഒരു പച്ചമുളകാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ആര് നാട്ടിൽ നിന്ന് വന്നാലും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു പച്ചമുളക് വേണമെന്ന്. ഇത് ചിക്കനിലിട്ട് കഴിക്കാനും അല്ലാതെ സലാഡ് ഉണ്ടാക്കാനും ഒക്കെ ടേസ്റ്റാണ്. അതിനേക്കാൾ ഉപരി ഇത് തൈര് മുളകായിട്ട് യൂസ് ചെയ്യാനാണ് ഏറ്റവും എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ ഒരു മുളക് നല്ലവണ്ണം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇരിക്കാൻ പാടില്ല. എന്നിട്ടൊരു 1/4 ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ പച്ചമുളകും ഒന്ന് നല്ലവണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ച് നല്ലവണ്ണം ഉപ്പിടണം. ഇതിൽ ഉപ്പിട്ടതിന് ശേഷം പിന്നെ അടുത്ത് ചേർക്കേണ്ടത് കുറച്ച് തൈരാണ്. അത് നല്ല ആവശ്യത്തിന് തൈരിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ നല്ല കുറുകിയ തൈര് ഇതിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കുക. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? തൈര് മുളക് ഉണക്കി നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ല ഇളക്കി വെച്ചതിന് ശേഷം ഒരു 2 ദിവസം ഇങ്ങനെ ഡബ്ബയിൽ അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം 3ാമത്തെ ദിവസം ഈ മുളക് മാത്രം എടുത്ത് ഉണക്കുക. തിരിച്ച് ഈവനിങ് ആകുമ്പോൾ ആ വെയിൽ കൊണ്ട് ആ മുളകിനെ എടുത്ത് ഈ ഡബ്ബയിലോട്ട് തന്നെ കുറച്ച് തൈര് ബാലൻസ് വരും, ഈ തൈരിലോട്ട് തന്നെ ഇടുക. അങ്ങനെ 4-5 ദിവസം ആകുമ്പോൾ ഫുള്ള് തൈരും തീരും. അങ്ങനെ അതുവരെ ഈ തൈരിലിട്ട് രാവിലെ ഉണക്കി വൈകുന്നേരം തൈരിൽ പിന്നെയും തിരിച്ചിട്ടതിന് ശേഷം പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഉണങ്ങി കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ചോറിനൊക്കെ കഴിക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴത്തേക്കോ ഇതിനെ ഒന്ന് നല്ല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി തൈര് മുളക് റെഡിയാവും.